വരുന്നുണ്ട്. വേഗം വേഗം നീ അരിക്കിലേക്ക് മാറും. എനിക്ക് പേടിയാവുന്നു. ഇതാദ്യം അവൻ്റെ സൗണ്ട് തന്നെയാണല്ലോ. പക്ഷെ അവൻ ചേട്ടൻ്റെ കൂടെ മൂകാംബിക്ക് പോയതല്ലേ, പിന്നെ റേഡിയോയിൽ അങ്ങനെ സൗണ്ട് വെക്കും? അല്ല, ഒരാളെ കുറവുണ്ടല്ലോ. ആദ്യം ഇവിടെ അവന് അമ്മന്റെ കൂടെ കയറിപ്പോയി. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണല്ലോ. റേഡിയോ ആയിരുന്നു ഓണാക്കിയിരുന്നു. മോളിൽ എന്താ സൗണ്ട് വരുന്നത്? അതാ ദേവും ഫ്രണ്ടും കൂടെ അവിടെ എന്തോ ചെയ്യുന്ന കണ്ടായിരുന്നു. ഇങ്ങോട്ടായാലും കൂടെ ഞങ്ങള് ഗ്രൗണ്ട് വരെ കളിക്കാൻ പോവാ. എന്താണ് നടക്കണേ? എന്താ എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? നിങ്ങളെല്ലാരും കൂടെ ഞങ്ങളോട് കള്ളം പറയായിരുന്നല്ലേ? പറ, ആദ്യം ഇവിടെ അവൻ എന്തായാലും ചേട്ടൻ്റെ കൂടെ പോയിട്ടില്ല, പിന്നെ അവിടെ പോയി. അവര് ചേച്ചിമാരിപ്പോ വരും, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഓഹോ, ഇവിടുന്ന് ചേച്ചിമാര് വരുന്നത്? അനു പറ, നിനക്കറിയല്ല, അവൻ നിന്റെ അനിയനാണ്. സത്യം പറഞ്ഞില്ല ഞാൻ ഇപ്പൊ തന്നെ ഉണ്ണിമോളെ വിളിച്ച് എല്ലാം പറയും. എവിടെ പോയി വരാ രണ്ടും കൂടി നട്ടുച്ച വെയിലത്ത്? അത് ഞങ്ങള് ഗ്രൗണ്ട് വരെ കാറ്റ് വെള്ളം പോയതാ. ഇവിടെ ഭയങ്കര ചൂടല്ലേ. ഏത് ഗ്രൗണ്ട്? ആ പ്രേതബാധയുള്ള റബ്ബർ തോട്ടാണോ നിങ്ങൾ ഗ്രൗണ്ട്? അതല്ല മാമ, നമ്മുടെ LP സ്കൂളിന്റെ അവിടുത്തെ ഗ്രൗണ്ട്. നിന്റെ കമ്പനിയോ? പറ, ആദ്യമാനം അവിടെ. അവൻ എന്തായാലും ചേട്ടന്റെ കൂടെ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. മാമ ഒന്ന് പതുക്കെ പറ, ഉണ്ണിയേണ്ടി കേൾക്കും. സത്യത്തിൽ അവൻ ഇനി എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്. അവന്റെ ശബ്ദം ഞാൻ ഇപ്പൊ എന്റെ റേഡിയോ കേട്ടതേ ഉള്ളൂ. കൂടെ വേറെ ഏതാളും അവൻ ഇരിക്കില്ലെന്ന് പറയും, കഴിയുന്നു. ഞാനേ കുറെ കാലം പട്ടാളത്തിന്റെ ടെക്നിക്കൽ വിങ് ഉണ്ടെന്ന ആളാണ്. എനിക്കൊന്നും പൊട്ടം കളി എൻ്റെ അടുത്ത് വേണ്ട, മനസ്സിലായോ? എന്താ മാമനും മക്കളും കൂടി ഒരു വഴക്ക്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഇവരാ റബ്ബർ തോട്ടത്തിലേ കാറ്റ് വെള്ളം പോയെന്ന്. ഇവരെന്നോട് പറഞ്ഞിട്ടാ ചേട്ടാ പോയത്. അതല്ലടി, അവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഒരാളെ കാണാതായത്. ഒരു പെശക് സ്ഥലമാണത്, അവരോട് പറയായിരുന്നു ഞാൻ. ആ സ്ഥലത്തോട്ടാണ് അവര് പോയത്? എന്നാ കൊഴപ്പില്ല ഏട്ടാ, 2 കൊടുക്ക വേണ്ടത്. ഇനി അവൻ എവിടെയാന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും, സീനാവും. അയ്യോ മാമ, പോലീസിനെ വിളിക്കരുത്. ഇനിയിപ്പോ വിളിച്ചാലും ആദ്യം എവിടെയാന്ന് അവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? എടി, അവൻ അവിടെ തോട്ടത്തിൽ ഏതോ കുഴിയിൽ വീണ് കിടക്കാണ്. അല്ല മാമ, അവൻ അവിടെ ഇല്ല. അവൻ ആ തോട്ടത്തിലെ പാറയിലെ ലൈറ്റിനകത്തോട്ട് പോയി. ലൈറ്റിനകത്തോട്ടോ? ഏത് ലൈറ്റ്? നീയൊക്കെ എന്താണ് ഈ പറയണത്? മാമൻ ഈ വോം ഹോൾന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ആദ്യം മാഗ്നറ്റ് തരങ്ങൾ വഴി പാരലൽ വേൾഡിലേക്ക് പോയെന്നോ? അതെ, ആ തോട്ടത്തിലൊരു പാറയുടെ അടിയിൽ നിന്നാണ് ആ എനർജി വരുന്നതെന്നാണ് തോന്നുന്നത്. ഈ സ്ട്രേഞ്ചർ തിങ് സീരീസിലൊക്കെ പോലെ അതൊരു പോർട്ടലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വിഡിത്തം മക്കളെ, അതൊക്കെ സിനിമയില്. റിയൽ ലൈഫിൽ അതൊന്നും നടക്കൂല. ഞാനേ പോലീസിനെ വിളിക്കട്ടെ, അവൻ അവിടുത്തെ ആ കുഴിയിൽ തന്നെ കാണും. മാമ, പോലീസ് വിളിച്ച പ്രശ്നം ആകെ വഷളാകും.
അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ ചിലപ്പോൾ പോർട്ടൽ മൊത്തമായിട്ട് തകർന്നു പോകും. പിന്നെ ആദ്യം തിരിച്ചുകൊണ്ട് ഒരു വഴിയും കാണില്ല. മാത്രല്ല മാമൻ ഇന്നലെ ഈ റേഡിയോയിൽ നിന്ന് ഒരു പോലീസ് സിഗ്നൽ കിട്ടിയില്ലേ? ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് ആ തോട്ടത്തിന്റെ ഒരു സൈഡിലായിട്ടാണ്. അതായത് അവിടുത്തെ റേഡിയേഷൻ നമ്മുടെ പോലീസിന്റെ വയർലെസ് കമ്മ്യൂണിക്കേഷനെ പോലും ജാമാക്കുന്നുണ്ട്. അർജുൻ മാമന് വിശ്വാസമായില്ലെങ്കിൽ അനുചേച്ചിനോട് ചോദിച്ചു നോക്ക്, ചേച്ചി നോണാൻ അറിയില്ല. മാമ പോലീസിനെ വിളിക്കണ്ട, ഇവര് പറഞ്ഞതെല്ലാം സത്യ. വിഷമിക്കണ്ട, ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. പിന്നെ തൽക്കാലം ഇത് ഉണ്ണിമോൾ അറിയണ്ട, അവനെ നമുക്ക് തന്നെ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ പറ. അതിന് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം മാമ, ഒരു മാസ്റ്റർ പ്ലാൻ. കാരണം വൈകുന്ന ഓരോ നിമിഷവും റിസ്ക് കൂടും. ഒരൊറ്റ ടീമായിട്ട് നിന്ന കാര്യങ്ങൾ സ്പീഡാവൂല. അതുകൊണ്ട് നമ്മൾ 3 ടീമായിട്ട് തിരിയണം. 3 ടീം? അതെ. ടീം 1 സയൻസ്, ഞാനും അദീനയും. നമുക്ക് ഈ റേഡിയോന്റെ സിഗ്നൽ കൂട്ടണം, എന്നാലേ നമുക്ക് ആദീനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ടീം 2 ഗ്രൗണ്ട് വർക്ക്. അത് പക്ഷേ മാമൻ ഒറ്റയ്ക്ക് അന്വേഷിക്കണം. ഒരാളെ കാണാതായി എന്ന് പറഞ്ഞില്ലേ, അയാളെ പറ്റി മാമൻ അന്വേഷിക്കണം. അയാൾ എപ്പോഴും ആ തോട്ടത്തിൽ പോകാറുണ്ട് അത്രേ. അതെന്തിനാണെന്ന് അറിയണം. ഓക്കെ, അത് ഞാൻ അന്വേഷിച്ചോളാം. അപ്പോ 3ാമത്തെ ടീം? ടീം 3 ദ കവർ അപ്പ്, ദിയേം അനു. ഞങ്ങൾ ഇവിടെ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല. അമ്മേനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻഗേജ് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എങ്കിൽ നമുക്ക് ഈ മിഷൻ ഒരു പേരിടണം. മിഷൻ അതർ സൈഡ്. യെസ്. ഇവരിതെവിടെ? അവരിപ്പോ വരുന്നു പറഞ്ഞിട്ട്. സമയം പോണം. നിങ്ങളിത് എവിടെ പോയി കിടക്കാൻ? അമ്മേനെ സെറ്റാക്കാണ്ടേ? അമ്മേനെന്ത് സെറ്റാക്കാൻ? അമ്മ വരാതെ നോക്കണ്ടേ? പിന്നെ എല്ലാവരും സെറ്റല്ലേ? മിഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. പിന്നെ ദേവു അധീനയും മോള് പോയി സിഗ്നൽ ബൂസ്റ്റിന്റെ പരിപാടി കാണിക്കോ. ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനവിടെ സാധനം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ. ദിയെ അനു നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിമോളെ ബ്ലോക്ക് ചെയ്യാം. ഞാൻ സജിയുടെ വീട് വരെ പോയിട്ട് വരാം. ഓക്കെ. അമ്മ, ഞങ്ങൾക്കൊരു കാര്യം വേണമായിരുന്നു. എന്താടി? സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിലേ മാമനോട് ചെന്ന് പറ. അതൊന്നുമല്ല, ഞങ്ങൾക്ക് കുക്കിംഗ് പഠിക്കണം. കുക്കിങ്ങോ? ഇതെന്താ പെട്ടെന്നൊരാഗ്രഹം? അത് ദിയ പറഞ്ഞു ആന്റി ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്, എനിക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് പഠിക്കണം. ഓഹോ, ഇവൾ അങ്ങനെ പറഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല. മാത്രല്ല ഇവർക്കൊന്നും അടുക്കള കേറുന്നതേ ഇഷ്ടമല്ല. അതൊക്കെ പണ്ട്, ഇപ്പൊ ഞങ്ങള് നന്നായി. ശരി, ഒരാഗ്രഹം പറഞ്ഞല്ലേ. എന്നാലേ ഒരു 3 സവാള എടുത്തിവിടെ വെക്ക്. ഞാനേ മേളത്തെ ബാത്റൂമിലെ അലക്കാൻ തുണി ഇട്ടിട്ടുണ്ട്, എടുത്തിട്ട് വരാം. അമ്മ, ഞാൻ തുണി എടുത്തോളാം. അമ്മ ഈ വയസ്സാം കാലത്ത് സ്റ്റെപ്പ് ഒന്നും കയറണ്ട. വയസ്സോ? ആർക്കടി വയസ്സ്? മാറിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ സോറി ആന്റി, അറിയാൻ തട്ടിയതാ. ഞാനിപ്പോ തുടച്ചിട്ടിട്ടേ ഉള്ളൂ. നീ പോയിട്ട് ആ മോപ്പ് എടുത്തിട്ടോ. എന്നാ ആന്റി ഞാൻ മേലെ പോയി തുണി എടുത്തിട്ട് വരാം. ഒന്നും നടക്കില്ല അദീന, ഒന്നും നടക്കൂല. നമുക്ക് അമ്മേനോട് കാര്യം പറയാം, എന്നിട്ട് പോലീസിനെ അറിയിക്കാം.
അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലോ? എന്നിട്ട് ആ മിസ്സിംഗ് ആയാളവിടെ കിട്ടിയോ പോലീസിന്? നമുക്കും കിട്ടൂല. ആദ്യം പോയിട്ട് അവനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആദിയുടെ സൗണ്ട്. ആ ഞാൻ കേട്ടു. അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കേ. ഹലോ ആദി, ട്രൈ ചെയ്തിട്ടിരിക്കുക. ഞാൻ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ആദി കേൾക്കുന്നുണ്ടോ? ദേവ് ചേച്ചിയാണ്. ആദി ആദ്യം കേൾക്കുന്ന നീ പറ. ഇവിടെ നമുക്ക് അങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അർജുൻ തന്ന ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം 111.01 എന്ന ഫ്രീക്വൻസിയിലാണ് ഈ സിഗ്നൽ നമുക്ക് കിട്ടിയത്. പക്ഷെ അങ്ങോട്ട് സംസാരിക്കാൻ ഈ സിഗ്നലിന് പറ്റുന്നുമില്ല. ഐ തിങ്ക് ഈ സിഗ്നൽ കൺസിസ്റ്റന്റ് അല്ലാത്തോണ്ടാവും. യെസ്, അതിന് കാരണം ഈ ആന്റിന ചെറുതായതുകൊണ്ടാവും. ഇത് ഉപയോഗിച്ച് ചെറിയ സിഗ്നൽ അല്ലേ കിട്ടൂ. എന്തായാലും ഇത് വെച്ച് ആദ്യമോട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്കിതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഒന്ന് കൂട്ടണം. പക്ഷെ ഇതിനെന്താ മാർഗം? അതിനൊരു മാർഗമുണ്ട്. എന്താ? സ്ട്രേഞ്ചർ തിങ്സിലെ ഡസ്റ്റിൻ റേഡിയോ ടവർ ഹാക്ക് ചെയ്ത് പറഞ്ഞില്ലേ? യെസ്, അതിന് അതുപോലെ നമുക്കൂടെ ഒരു സാധനമുണ്ട്. എടി, നമ്മുടെ വീടിന്റെ മുകളിലെ ഡിഷ് ആന്റിന അത് ഈ റേഡിയോ ആയിട്ട് കണക്ട് ചെയ്താൽ ഇതിന്റെ പോലെ 10 ഇരട്ടിയാണ്. അപ്പോ നീ പോയ ടിവിയിലേക്കുള്ള ഡിഷിന്റെ കേബിൾ കട്ട് ചെയ്തെടുത്തോണ്ട് വാ. അയ്യോ, അമ്മ എപ്പോഴും സീരിയല് കാണുന്നതാ. എങ്ങാനും പറഞ്ഞാൽ തീർന്നു. അത് ശരി, ആദ്യമൊക്കെ വലുതാണോ സീരിയല്? പോയി എടുത്തോണ്ട് വാടി. Okay. ഇപ്പൊ കണക്ഷൻ സെറ്റായി. ഇനി ഞാൻ ഫ്രീക്വൻസി മനസ്സിലാവും നോക്കട്ടെ. വേലിട്ടല്ലേ സജിന്റെ അമ്മാൻ? അതെ, ആരാണ്? ന്യൂസ് ചാനലിലാണോ? ഇനിയിപ്പോൾ എന്ത് ചോദിക്കാനാ? ഏയ് അല്ല, ഞാനിവിടെ അടുത്തുള്ളതാ. സജിനെ കാണാതായ തോട്ടത്തിന്റെ അടുത്താ എൻ്റെ വീട്. ശരി എന്നാ വാ, കേട്ടിരിക്കും. അവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമായിരുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞാൽ സജിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അവനൊരു വല്ലാത്ത പ്രകൃതമായിരുന്നു. വെറുതെ റേഡിയോ പാട്ടും കേട്ട് നടക്കും. പിന്നെ ഓട്ടോ ഓടിക്കാനൊന്നും പോവാറില്ല. വല്ല കാശും വന്നാൽ അപ്പം വിവരിക്കും. അവൻ എന്തിനായിരിക്കും ആ റബ്ബർത്തോട്ടത്തിൽ പോയിണ്ടാവുക? ആ പറമ്പിൽ അങ്ങനെ ആരും പോകാറില്ലല്ലോ. ഞാൻ അവനോട് പലവട്ടം പറഞ്ഞിട്ടില്ല ആ പറമ്പിലേക്ക് പോകരുത്. ഇവിടെ നാട്ടുകാർ മൊത്തം പറയുന്ന അവിടെ പ്രേതബാധ ഉണ്ട്. പകൽ പോലും അങ്ങോട്ട് പോകാൻ പാടില്ല.
ഞാൻ അവനോട് പലവട്ടം പറഞ്ഞതാണ് ആ വഴിക്ക് പോകരുത്. ഇവിടെ നാട്ടുകാർ മൊത്തം ആ പറമ്പ് പ്രേതബാധകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പകൽ പോലും ആരും ആ വഴിക്ക് പോകാറില്ല. പ്രേതബാധയാ? ഞാൻ ഇതുവരെ അങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ. എന്നാൽ നീ കേൾക്കാനായിട്ടാണ്. ആ പറമ്പിൽ നിന്ന് പലരും ഇതുപോലെ പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദാമോദരൻ്റെ പശുവിനെ കാണാതെ. എന്നാ ശരി, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ. ആൻറ്റി എത്ര പച്ചമുളക് വേണം? ഒരു 4 എടുത്തോ. ഇത് മതി അമ്മ. ആ മതി. കരിവേപ്പില വേണ്ടേ? ഒരു 2 തണ്ട് എടുത്തോ. ഓ എന്താ ചൂട്. ഇപ്പൊ അടുക്കളയിലും AC വെക്കേണ്ട സ്ഥിതിയാ. നമുക്ക് റൂമിൽ പോയിരുന്ന് TV കണ്ടോണ്ടായിരിക്കാം. അവിടെ കുറച്ച് ചൂട് കുറവുണ്ട്. ബാ. കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് വരൂല. നമ്മൾ TV കാണാൻ പോവാ. ഒരു 5 മിനിറ്റ് ബ്ലോക്ക് ചെയ്യും. വേഗം എടി, അമ്മ ഇപ്പൊ TV ഓൺ ചെയ്യും. കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് മോളിൽ കയറി വരും. അമ്മ ഇവിടെ നല്ല ചൂടാണ്. ഫാൻ ഒട്ടും സ്പീഡില്ല. നമുക്ക് പുറത്ത് പോയിരുന്ന് കട്ട് ചെയ്യാം. എനിക്ക് സീരിയലിന്റെ റിപ്പീറ്റ് കാണാനുള്ള ഫാനിന്റെ ഉള്ള സ്പീഡൊക്കെ മതി. മാറങ്ങ. നമുക്ക് വരും. സിഗ്നൽ ഇല്ലേ? ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ദേവു അതീന എന്തിയേ? അവരെന്തെങ്കിലും വിക്രസിലാണോ അവിടെ? ഏയ്, അവര് മുകളിൽ TV കാണാ. എന്താ അമ്മ സിഗ്നൽ കിട്ടാത്തത്? ഞങ്ങൾ കണ്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ചാനൽ പോയി. ആ അത് നോക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഡിഷ് വെച്ച ആളുടെ നമ്പർ എന്റെ ഫോണിൽ ഉണ്ടാവോ? ചേട്ടാ ഒരു ചായ വിത്തൗട്ടാണേ. ഓക്കെ. ആ അർജുന. ആ എന്തൊക്കെ? ആ എടാ, ഞാൻ ചെറിയൊരു ചോറയിലാണ്. എന്തു പറ്റി? നിനക്ക് ആ തോട്ടത്തിന്റെ ഓണറാവുന്നത് ആ സജി മിസ്സായ അതാ രാജശേഖരൻ നായരുടെ പേരിലാണിപ്പോ. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ അത് ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടിരിക്കുക. മനസ്സിലായില്ല? ഇതൊന്ന് തെളിച്ചു വേണം. വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ്, അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രാന്തൻ. ഭൂമിക്കിടയിൽ എന്തിനോ പറ്റിയുള്ള റിസർച്ച് ആയിരുന്നു അയാള്. ആ റബ്ബർ തോട്ടത്തിലാണ് അയാളുടെ പരീക്ഷണശാല. പരീക്ഷണശാല? അതെ. അയാൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചു. പക്ഷെ ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുത്തില്ല. അയാളുടെ തിയറികൾ മുഴുവൻ ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അംഗീകാരം കിട്ടാത്തതിന്റെ ദേഷ്യത്തില് ഒരു രാത്രി അയാൾ ആ ലാബിൽ വെച്ച് വലിയ എന്തോ പരീക്ഷണം നടത്തി. പക്ഷെ അത് പാളി. കെട്ടിടം പൊട്ടിത്തെറിച്ച് ലാബ് മൊത്തം കത്തി നശിച്ചു. പിന്നീട് ആരും അയാളുടെ ഒരു പൊടി പോലും കണ്ടില്ല. അതിനുശേഷം ആ പറമ്പിൽ എന്തൊക്കെയോ തോന്നലുകളും ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. നാട്ടുകാരാണെങ്കിൽ അതിനെ പ്രേതപ്പറമ്പാക്കി മാറ്റുകയും ചെയ്തു. ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റും പെടുത്തി. പിന്നീട് ആരും അവിടേക്ക് പോയിട്ടില്ല. ഈ സജ്ജി അല്ല, നീ ഇപ്പൊ എന്താ ഇതിന്റെ പിന്നാലെ?
നല്ല മഴയ്ക്കുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇതുകൊണ്ടേ ഉള്ളൂ. സജിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സീനാണ്. എന്താ മാമ? അപ്പൊ കാര്യങ്ങളൊക്കെ മാമൻ പറഞ്ഞ മാതിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാറപ്പുറത്തായിരിക്കും അന്നത്തെ ആ ലാബ് വർക്ക് ചെയ്തിരുന്നത്. എന്തായി നിങ്ങളുടെ സിഗ്നൽ ബൂസ്റ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ ടിവിയിൽ ഡിഷ് കേബിൾ റേഡിയോ ആയിട്ട് കണക്ട് ചെയ്തു. ഇനി ഫ്രീക്വൻസി മാച്ച് ആവാൻ നോക്കിയാൽ മതി. അത് ഞങ്ങൾ മാമൻ വന്നിട്ട് നോക്കാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. എന്നാ ഇനി വൈകിക്കേണ്ട, നമുക്ക് തുടങ്ങാം. സിഗ്നൽ 11101. ഹലോ, സിഗ്നൽ 11101. ആദിമാൻ, ഇത് അർജുനാണ്. ആദി, നീ എവിടെയാ? പേടിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മാമ വേഗം ചോദിക്കും, സിഗ്നൽ പറയുന്നുണ്ട്. ആദി, നീ വേറെ ആരെങ്കിലും അവിടെ കാണുന്നുണ്ടോ? ഹലോ, ഇത് ഞാൻ സജി. അവരെന്നെ കാര്യം ലോക്കാക്കിട്ടിരിക്കും. എനിക്ക് വയ്യ. സജി, അവിടെ വേറെ ആരാളുള്ളത്? ഒരുപാട് പേരുണ്ട്, കുറെ ചുവന്ന രൂപകൾ. നിങ്ങൾ അവരെ മുകളിലേക്ക് വരാൻ അനുവദിക്കരുത്. അയ്യോ, ആ പാറയുടെ മുകളിൽ വലുതാമതി. അതി വേഗം ഇരുട്ടിലേക്ക് പറയുന്നു.